നമുക്കിത് കർക്കിടക മാസത്തിൽ നിർബന്ധമായിട്ടും നമ്മൾ കഴിച്ചിരിക്കേണ്ട ഒരു ഐറ്റം നോക്കിയാലോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന രീതിയിലും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണേ. അതിനായിട്ട് നമുക്ക് വേണ്ടത് കഴുകി ഉണക്കിയെടുത്ത നമ്മുടെ കറുത്ത എള്ളാണ്. ആ കറുത്ത എള്ളൊന്ന് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. നമ്മുടെ എള്ളൊന്നിങ്ങനെ പൊട്ടി പൊട്ടി വരുന്നതാണ് ഇതിന്റെ ഒരു പരുവം. നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് മാത്രമേ ചെയ്യാവുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. ഇതിപ്പോ ഞാനൊരു 5 മിനിറ്റ് ആയപ്പോഴത്തേക്കും നമ്മുടെ എള്ളൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കണേ. അതിനുശേഷം ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് വെളുത്ത എള്ളും കൂടിയാട്ടോ. കറുത്ത എള്ള് കൊണ്ട് മാത്രം തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ തയ്യാറാക്കാവേ. ഞാനിപ്പോ കുറച്ച് വെളുത്ത എള്ളും കൂടെ ചേർത്തുന്നേ ഉള്ളൂ. എൻ്റെ കയ്യിൽ കറുത്ത എള്ള് ഇരുന്നത് കുറവായിരുന്നു, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വെളുത്ത എള്ളും കൂടെ ഒന്ന് ചേർത്തെടുത്തത് കേട്ടോ. ഇത് ഈ ഒരു പരുവത്തിൽ ഒന്ന് ചൂടായി വന്നാൽ മതി. ഈ ഒരു ജസ്റ്റ് ഒന്നിങ്ങനെ കളറൊന്ന് മാറി വരും കേട്ടോ. അപ്പോഴത്തേക്കും നമുക്കിതൊന്ന് മാറ്റി അതും തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം കേട്ടോ. നമുക്കിനി ഇത് രണ്ടും ഒന്ന് തണുക്കാനുള്ള ടൈമിങ് വേണം. ഇനി നമുക്ക് അതേ പാനിലേക്ക് കുറച്ച് തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തേങ്ങ ഒന്ന് ഇതുപോലെ തന്നെ ചെറിയ തീയിലിട്ട് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. തേങ്ങയുടെ കളർ ഒന്നും മാറി വരേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ടാണേ. ഞാനൊരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തണുത്ത നമ്മുടെ എള്ളൊന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് ആദ്യം ഒന്ന് പൊടിച്ച് ഒന്ന് മാറ്റിയെടുക്കണം. അത് പൊടിച്ചതിന്റെ കൂടെ തന്നെ നമുക്ക് ചൂടാക്കി വെച്ചേക്കണം നമ്മുടെ തേങ്ങയും ശർക്കരയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതും കൂടി ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം പൊടിച്ചു വെച്ച നമ്മുടെ എള്ളിന്റെ കൂട്ടിലേക്ക് ചതച്ചെടുത്ത നമ്മുടെ തേങ്ങയും നമ്മുടെ ശർക്കരയും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് കൈകൊണ്ട് നന്നായി ഇതുപോലെ ഒന്ന് കുഴച്ചിട്ട് നമുക്ക് ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ ഇട്ട് വെക്കാം. ഇത് 1 ടീസ്പൂൺ വീതം നമുക്ക് കഴിക്കാവുന്നതാണേ. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 ബോൾ വീതം കഴിച്ചാലും മതി കേട്ടോ. രാവിലെയും വൈകിട്ടും കഴിക്കാം, അല്ലെങ്കിൽ രാവിലെ മാത്രമാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ രാവിലെ മാത്രം കഴിക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിൽ ചേർത്തത് ശർക്കരയാണ്. അതുപോലെ തന്നെ നമുക്ക് പനഞ്ചക്കര ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഉരുക്കി ഇതിലേക്ക് ചേർത്ത് കൊടുത്താണെങ്കിലും തയ്യാറാക്കാവുന്നതാണ്. ഞാൻ ഇതിൽ തേങ്ങ ചതച്ച സമയത്ത് ഒരു ഏലക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഞാനത് പറയാൻ വിട്ടുപോയതാട്ടോ. അപ്പൊ ഫ്ലേവറിനായിട്ട് വേണം എന്നുണ്ടെങ്കിൽ ചുക്കോ ഏലക്കയോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇതൊന്നും ചേർത്തില്ലെങ്കിലും നല്ല രുചിയുള്ളതാട്ടോ, നല്ല ഹെൽത്തിയാണ്. അപ്പൊ കർക്കിടക മാസത്തില് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.